ഒരിക്കൽ അലവി കുടുംബത്തിൽപ്പെട്ട ഒരു മനുഷ്യന് ഹജ്ജ് ചെയ്യാൻ വേണ്ടിയിട്ട് കൂഫയിൽ നിന്ന് മക്കയിലെത്തുകയാണ്. അങ്ങനെ അദ്ദേഹത്തിൻ്റെ സാധനങ്ങളൊക്കെ അടുത്തുള്ള ഒരു റൂമിൽ വെക്കുകയാണ്. എന്നിട്ട് അദ്ദേഹം ഹജ്ജിന് പോവുകയാണ്. പിന്നെ മിനയിൽ നിന്ന് അദ്ദേഹം തിരിച്ചു വരുന്ന സമയത്ത് തൻ്റെ സാധനങ്ങളൊക്കെ കൊള്ളയടിക്കപ്പെട്ട സങ്കടകരമായ വാർത്തയാണ് അദ്ദേഹം കാണുന്നത്. അങ്ങനെ അദ്ദേഹം 3 ദിവസത്തോളം പട്ടിണി കിടക്കേണ്ടി വന്നു. 4-ാം ദിവസം അദ്ദേഹം കുറച്ച് സംസം വെള്ളം കുടിച്ചുകൊണ്ട് താൽക്കാലിക ശമനം കണ്ടെത്തി. എന്നാൽ ആ സംസം വെള്ളം കുടിക്കുന്ന സമയത്ത് അദ്ദേഹം അള്ളാഹുവിനോട് അഭ്യർത്ഥിച്ചിരുന്നു, തൻ്റെ നഷ്ടപ്പെട്ട സാധനങ്ങൾക്കൊരു പരിഹാരം കാണിച്ചു തരണമെന്ന്. അങ്ങനെ അദ്ദേഹം നടന്നു പോകുന്ന സമയത്ത് പെട്ടെന്ന് വഴിയിൽ ഒരു സ്വർണ്ണ നാണയത്തിൻ്റെ സഞ്ചി കളഞ്ഞു കിട്ടുകയാണ്. അദ്ദേഹം തനിക്ക് അവകാശപ്പെട്ടതല്ലാത്തത് കൊണ്ട് തന്നെ അതിൽ നിന്ന് 1 രൂപ പോലും എടുക്കാതെ ഇതാരുടേതാണെന്ന് ചോദിച്ചിങ്ങനെ എല്ലായിടത്തും ഇങ്ങനെ വിളംബരം നടത്തുക. അങ്ങനെ അതിൻ്റെ യഥാർത്ഥ അവകാശി ഇദ്ദേഹത്തെ കണ്ടുമുട്ടി അവകാശിക്ക് ആ സഞ്ചി കൊടുക്കുകയും ചെയ്തു. സഞ്ചി കൊടുക്കുന്ന സമയത്ത് ഈ മനുഷ്യൻ അദ്ദേഹത്തോട് ചോദിക്കുന്നുണ്ട്, അതിൽ നിന്നൊരു 100 ദീനാറെങ്കിലും നിങ്ങൾ എനിക്ക് തരുമെന്ന്. ആ മനുഷ്യൻ്റെ മറുപടി ഇതായിരുന്നു, ഇതിൽ നിന്ന് 1 രൂപ പോലും താങ്കൾക്ക് ഞാൻ തരുകയില്ല. എന്നിട്ട് ആ മനുഷ്യൻ അവിടെ നിന്ന് പോവുകയാണ്. കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ ഈ മനുഷ്യനെ ഇങ്ങോട്ട് തിരിച്ചു വരുന്നത് ഇദ്ദേഹം കാണാൻ. ആ മനുഷ്യൻ ഇദ്ദേഹത്തോട് ചോദിച്ചു, താങ്കളുടെ പേരെന്താണ്? ഇദ്ദേഹം ആദ്യം പേര് പറയാൻ മടിച്ചെങ്കിലും പിന്നീട് തൻ്റെ കഥകളെല്ലാം ഇദ്ദേഹത്തോട് പറഞ്ഞു. ആ ഖുറാസാനിയായ ആ മനുഷ്യന് ആ ബാഗ് അദ്ദേഹത്തിൻ്റെ കയ്യിൽ കൊടുത്തുകൊണ്ട് പറഞ്ഞു, ഈ ബാഗ് നിങ്ങൾക്കുള്ളതാണ്. അവിടെ നിന്ന് അദ്ദേഹം പറഞ്ഞു, ഹസ്ബുനല്ലാഹു വനിഅമൽ വക്കീൽ. ആ ഖുറാസാനിയായ ആ മനുഷ്യൻ പറഞ്ഞു, ഇത് ബസ്രയിലെ ഒരു ധനികന് എന്നെ ഏൽപ്പിച്ചതായിരുന്നു. ഹുസൈൻ ഇബ്നു അലിയാരുടെ പരമ്പരയിൽപ്പെട്ട ഒരു പാവപ്പെട്ട മനുഷ്യന് നൽകാനാണ് ഇത് അദ്ദേഹം എന്നെ ഏൽപ്പിച്ചത്. ഇത് സ്വീകരിക്കാൻ ഏറ്റവും അർഹനായത് നിങ്ങൾ തന്നെയാണ്. തൻ്റെ സാധനങ്ങളെല്ലാം നഷ്ടപ്പെട്ട ആ വ്യക്തി വീണ്ടും പറഞ്ഞു, ഹസ്ബുനല്ലാഹു വനിഅമൽ വക്കീൽ. നമ്മൾ ഏത് കാര്യം അള്ളാഹുവിൽ തവക്കലേൽപ്പിക്കുക. ഉറച്ച വിശ്വാസം ഉണ്ടെന്നുണ്ടെങ്കിൽ ആ തവക്കലേൽപ്പിച്ച കാര്യം പൂർണ്ണമായിട്ടും നിറവേറും എന്നതിൽ സംശയമില്ല. റമദാൻ ഒന്നാണ്. ഇതാകട്ടെ ഇന്നത്തെ സന്ദേശം. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കട്ടെ.